Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, today we are going to continue our play, The Hour of the Truth, written by Percival Wilde. Okay, take page number 63. Then we are going to conclude our play. Okay, then in the last class we discussed Martha, Eve and John all are compelling John Baldwin to receive the bribe money, but Baldwin refused it. Okay, then now listen. John, facing him steadily. ഫേസിം ഹിം സ്റ്റഡിലി. അപ്പോൾ ബാഡ്വിൻ പറയുകയാണ് ആ ക്യാഷ് വാങ്ങുക എന്ന് പറയുന്നത് അത്രയും മോശമാണ്, സ്വർഗത്തിൽ പോലും എത്തിച്ചെന്നാൽ പോലും അതിൻ്റെ ബാഡ് സ്മെല്ല് പോയില്ല എന്നാണ് ആര് പറയുന്നത്, ബാഡ്വിൻ പറയുന്നത്. അപ്പോൾ മാർത്ത പറയുന്നു ഇറ്റ് ഇസ് നോട്ട് എ റോങ്, അതൊരു തെറ്റല്ലല്ലോ. ബാഡ്വിൻ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, അത് ശരിയല്ല. ജോൺ ഫേസിം ഹിം സ്റ്റഡിലി, മകൻ അച്ഛനെ ഫേസ് ചെയ്തുകൊണ്ട് നേരെ നിന്നുകൊണ്ട് പറയാണ്, ഫേസിന് മുഖത്തോട് മുഖം നോക്കി പറയാണ്, 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി ഡാഡ്. അച്ഛ 100,000 എന്ന് പറയുന്നത് ഒരുപാട് പണമില്ലേ. ബാഡ്വിൻ നോഡിങ് സ്ലോലി, തല കുലുക്കിക്കൊണ്ട്, യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, കാൺട്ട് യു. യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ, മോനെ നിനക്കെൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയുമോ. മൈ സൺ, എൻ്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയുമോ. കാൺട്ട് യു, കഴിയില്ലേ. ജോൺ വിത്തൗട്ട് മൂവിങ്, യാതൊരു മാറ്റവും വരാതെ, ഡാഡ് വൈ ഡിഡ് യു റെഫ്യൂസ്, എന്തുകൊണ്ടാണ് റെഫ്യൂസ് ചെയ്യുന്നത്, നിരസിക്കുന്നത്. വാസിൻറ്റ് ഇറ്റ് ബിക്കോസ് യു വേർ അഫ്രൈഡ് ഓഫ് വാട്ട് വി വുഡ് സേ. വാസിൻറ്റ് ഇറ്റ് ബിക്കോസ്, അത് ബിക്കോസ് യു വേർ അഫ്രൈഡ് ഓഫ് വാട്ട് വി വുഡ് സേ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്നതിനെ അങ്ങ് ഭയപ്പെടുന്നുണ്ടോ, അതുകൊണ്ടാണോ അച്ഛൻ അത് റെഫ്യൂസ് ചെയ്യുന്നത്. ബാഡ്വിൻ ആഫ്റ്റർ എ ലോങ് പോസ്, കുറച്ച് നേരം മിണ്ടാതെ നിന്നിട്ട്, യെസ് ജോൺ. ജോൺ വെൽ നോബഡി വിൽ അവർ നോൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ അച്ഛൻ ഇതിന് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമെന്ന് അച്ഛൻ ഭയന്നിട്ടാണോ എന്നുള്ള ചോദ്യത്തിന് ബാഡ്വിൻ പറയാണ്, യെസ് ജോൺ, അതെ. ദെൻ ജോൺ വെൽ നോബഡി വിൽ എവർ നോ ഇറ്റ്, ആരും ഇതിനെക്കുറിച്ച്, നോബഡി വിൽ എവർ നോ ഇറ്റ്, ആരും ഇതിനെക്കുറിച്ച് ഒരിക്കലും അറിയില്ല. ബാഡ്വിൻ എക്സെപ്റ്റ് ദ ഫോർ ഓഫ് അസ്, എക്സെപ്റ്റ് ഒഴികെ, ദ ഫോർ ഓഫ് അസ്, നമ്മൾ 4 പേരൊഴികെ ഒരാളും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് ആര് പറയാണ്, ജോൺ പറയാണ്. ജോൺ യെസ് ഫാദർ. ജോൺ യെസ് ലുക്സ് ഔട്ട് ആൻഡ് സേസ്, അത് പറഞ്ഞിട്ട് ജോൺ നോക്കുന്നു. അപ്പോൾ എന്നിട്ട് നോക്കിക്കൊണ്ട് പറയുന്നു, ജോൺ സം വൺ ഈസ് കമ്മിങ്. ജോൺ പറയാണ് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. മാർത്ത റൈസിങ് ഹെർ ഹെഡ്, തല ഉയർത്തിക്കൊണ്ട്, ഹൂ ഈസ് ഇറ്റ്. ജോൺ ഐ കാൺ സീ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതാരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാര് പറയുന്നു, ജോൺ. വിത്ത് സഡൻ അപ്രിഹെൻഷൻ, ഇറ്റ് ലുക്സ് ലൈക്ക് എ മാർഷൽ. പെട്ടെന്ന് അവന് ആകെ വെപ്രാളപ്പെട്ടിട്ട് പറയുകയാണ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ മാർഷൽ, അതൊരു മാർഷലിനെ പോലെ ഉണ്ടല്ലോ. മാർഷൽ മീൻസ് പോലീസ് ആണ് അർത്ഥം. ദെൻ ബാഡ്വിൻ മാർഷൽ. ദ ഡോർ ബെൽ റിങ്സ്, മാർഷലോ എന്നുള്ളതിൽ ദ ഡോർ ബെൽ റിങ്സ്. ദേ ആർ മോഷൻലെസ് ആസ് എ മെയ്ഡ് എൻറ്റേഴ്സ് അറ്റ് വൺ സൈഡ് ആൻഡ് ഗോസ് ഔട്ട് ദ അതർ. ദ മെയ്ഡ് റീ എൻറ്റേഴ്സ്. ദെൻ ദേ ആർ മോഷൻലെസ്, എല്ലാവരും ആകെ നിശ്ചലാവസ്ഥയിലാണ്. ആൻഡ് മെയ്ഡ് എൻറ്റേഴ്സ്, അവിടുത്തെ മെയ്ഡ് എന്ത് ചെയ്യുന്നു, കടന്നു വരുന്നു. അറ്റ് വൺ സൈഡ്, ഒരു സൈഡിൽ നിന്ന് കടന്നു വരുന്നു, എന്നിട്ട് മറ്റേ സൈഡിലേക്ക് പോകുന്നു. ആൻഡ് ദ മെയ്ഡ് റീ എൻറ്റേഴ്സ്, വീണ്ടും മെയ്ഡ് റീ എൻറ്റർ ചെയ്യുന്നു. ദ മെയ്ഡ് എ ജെൻറ്റിൽമാൻ ടു സീ യു, ഒരു ജെൻറ്റിൽമാൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് സർ. ബാഡ്വിൻ പുള്ളിങ് ഹിംസെൽഫ് ടുഗദർ, ഹൂ മീ, എന്നെയാണോ. ദ മെയ്ഡ് യെസ്, ഷീ ഹാൻഡ്സ് ഹിം എ കാർഡ് ഓൺ എ സാൾവർ. ആൻഡ് ബാഡ്, ഒരു കാർഡ് അയാൾക്ക് കൈമാറുകയാണ്.
Then Baldwin, it is Marshall. അതാരാണ്? മാർഷൽ ആണ്. Then Martha, the president of the Third National. തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റ് ആണോ? ബാഡ്വിൻ, യെസ്. വാട്ട് ഡസ് ഹി വാണ്ട് ഹിയർ? അദ്ദേഹത്തിന് എന്താണ് ഇവിടെ കാര്യം? ദെൻ ദ മെയ്ഡ്, ഷാൾ ഐ ഷോ ഹിം ഇൻ സർ? ഞാൻ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരട്ടെ? ദെൻ ബാഡ്വിൻ, യെസ് യെസ്, ബൈ ഓൾ മീൻ. ദെൻ മാർത്ത, ക്രോസിംഗ് ടു ഹിം ക്യുക്കിലി. മാർത്ത പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് പറയാണ്, റോബർട്ട്, ബി കെയർഫുൾ ഓഫ് വാട്ട് യു സേ. റോബർട്ട്, ബി കെയർഫുൾ, നിങ്ങൾ എന്തായിരിക്കണം? കെയർഫുൾ ആയിരിക്കണം. വാട്ട് യു സേ, നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കണം? കെയർഫുൾ ആയിരിക്കണം. യു ആർ ടു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ. ദെൻ ബാഡ്വിൻ നെർവസ്ലി, യെസ് യെസ്, ഐ വിൽ ലുക്ക് ഔട്ട്. യെസ് യെസ്, ഓക്കെ ഓക്കെ, ഐ വിൽ ലുക്ക് ഔട്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ദ മെയ്ഡ് റീ എൻറ്റേഴ്സ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ മാർഷൽ. വീണ്ടും മെയ്ഡ് റീ എൻറ്റർ ചെയ്യുന്നു, മാർഷലിന് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യുന്നു. മാർഷൽ, കമ്മിങ് ഇൻ ടു ദ റൂം വെരി ബോയൻലി. വെൽ വെൽ, സ്പെൻഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻഡോഴ്സ്. ഹൗ ആർ യു, മിസ്സിസ് ബാഡ്വിൻ? ഹി ഷേക്സ് ഹാൻഡ് കോർഡിയലി. ആൻഡ് യു, ബാഡ്വിൻ? ഓക്കെ, ദെൻ മാർഷൽ കമ്മിങ് ഇൻ ടു ദ റൂം വെരി ബോയൻലി, വെരി ഹാപ്പിലി, വളരെ സന്തോഷത്തോടു കൂടി മാർഷൽ റൂമിലേക്ക് കടന്നു വരുന്നു. വെൽ വെൽ, സ്പെൻഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻഡോഴ്സ്. അപ്പോൾ ഇൻഡോറിൽ എല്ലാവരും കൂടെ ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുകയാണോ? ഹൗ ആർ യു, മിസ്സിസ് ബാഡ്വിൻ? ബാഡ്വിൻ, ഹൗ ആർ യു? ആൻഡ് ഹി ഷേക്ക് ഹാൻഡ്സ് കോർഡിയലി, കൈ കുലുക്കുന്നു. ആൻഡ് യു, ബാഡ്വിൻ? ദെൻ ബാഡ്വിനോടും ചോദിക്കുന്നു. മാർത്ത, വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, കം യു. ഓക്കെ, ദെൻ വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, ഞങ്ങൾ പുറത്തേക്ക് പോയിക്കോളാം. കം യു വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് മാർത്ത മകളെ വിളിച്ച് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. മാർഷൽ, ഹോ, യു നീഡ് ഇൻ ഗോ ഓൺ മൈ അക്കൗണ്ട്, യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ. ഹോ, യു നീഡ് ഇൻ ഗോ ഓൺ മൈ അക്കൗണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ യു നീഡ് ഇൻ ഗോ, നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ, യു ക്യാൻ ഹിയർ, നിങ്ങൾക്കും കേൾക്കാം. വാട്ട് ഐ ഹാവ് ടു സേ, ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്, നിങ്ങൾ പുറത്തേക്ക് പോവേണ്ട കാര്യമില്ല. ഹി ടേൺസ് ടു ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ആൻഡ് ദെൻ ഹി ടേൺസ് ടു ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി? യെസ്, ബാഡ്വിൻ. ബാഡ്വിൻ്റെ നേരെ തിരിയുന്നു. ഇഫ് യു ഫീൽ ലൈക്ക് കമ്മിങ് അറൗണ്ട് ദ തേർഡ് നാഷണൽ sometime this week. If you feel like coming around to the third national sometime this week, you will find a position waiting for you. Then if you feel like coming around to the third national sometime this week, ഈ വീക്കിൽ തേർഡ് ടൈംസിൻ്റെ എഡിഷൻ വരുന്നുണ്ട്. യു വിൽ ഫൈൻഡ് എ പൊസിഷൻ വെയിറ്റിംഗ് ഫോർ യു. അവിടെ നിങ്ങൾക്കൊരു പൊസിഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്കൊരു സ്ഥാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ബാഡ്വിൻ, തണ്ടർ സ്ട്രക്ക്. തണ്ടർ സ്ട്രക്ക് മീൻസ് ഭയന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ആകെ അന്തം വിട്ടിട്ട്. ദെൻ ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ? മിസ്റ്റർ മാർഷൽ, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? മാർഷൽ സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ട് പറയുകയാണ് മാർഷൽ. ഐ വുഡിൻ സേ ഇറ്റ് ഇഫ് ഐ ഡിഡിൻറ്റ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഐ വുഡിൻ സേ, ഞാൻ പറയാറില്ല. ഹീ കണ്ടിന്യൂസ് മോർ സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് ഹീ കണ്ടിന്യൂസ്. ഐ വാസ് ഇൻ ടു സീ ഗ്രീഷാം ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആരെ കണ്ടിരുന്നു? ഗ്രീഷാമിനെ കണ്ടിരുന്നു. ഐ വാസ് ഇൻ ടു സീ ഗ്രീഷാം ദിസ് ആഫ്റ്റർനൂൺ. ഹി ടോൾഡ് മീ അബൌട്ട് ദ ഓഫർ ഹി ഹാഡ് മെയ്ഡ് യു. ഹി ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു. അബൌട്ട് ദ ഓഫർ, ആ ഓഫറിനെ കുറിച്ച്. ഹി ഹാഡ് മെയ്ഡ് യു, അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ വെച്ച ആ ഒരു ഓഫറിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. ബട്ട് ഹി ന്യൂ ദാറ്റ് നോ amount of money would make you do something you thought wrong. Badwin, he paid you the supreme compliment rather than go to trial with you to testify against him. He confessed. Then but he knew that, പക്ഷേ അദ്ദേഹത്തിന് അറിയാം,
that no amount of money would make you do something you thought wrong. ബാഡ്വിൻ നിങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ കഴിയില്ല എന്ന് എത്ര എമൗണ്ട് പണം തന്നു കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? ഗ്രീഷാമിന് അറിയാം. ഹി പെയ്ഡ് യു ദ സുപ്രീം കോംപ്ലിമെൻറ്റ്. അദ്ദേഹം നിങ്ങൾക്ക് വളരെ വലിയൊരു കോംപ്ലിമെൻ്റാണ് നൽകിയിട്ടുള്ളത്. റാദർ ദാൻ go to trial with you to testify against him, he confessed. അതുകൊണ്ട് തന്നെ the trial with you to testify against him, അദ്ദേഹത്തിനെതിരെ നിങ്ങൾ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ he confessed, അദ്ദേഹം എന്ത് ചെയ്തു? കുറ്റസമ്മതം നടത്തി. കുറ്റസമ്മതം നടത്തുക, അദ്ദേഹം കൺഫസ്ഡ് ചെയ്തു. അതായത് ഇനി അദ്ദേഹത്തിനെതിരെ നിങ്ങൾ സാക്ഷി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഹി കൺഫസ്ഡ്, അദ്ദേഹം എന്ത് ചെയ്തു? കുറ്റം സമ്മതിച്ചു. ബാഡ്വിൻ സിങ്കിങ് ഇൻ ടു ചെയർ ആൻഡ് കൺഫസ്ഡ്, കുറ്റസമ്മതം നടത്തിയോ എന്ന് അവനാകെ അത്ഭുതം. സിങ്കിങ് ഇൻ ടു ദ ചെയറിൽ നിന്ന് എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. ദെൻ മാർഷൽ ടോൾഡ് ദ ഹോൾ സ്റ്റോറി മുഴുവൻ പറഞ്ഞു. ഹി ടേൺസ് ടു മാർത്ത. ടോൾഡ് ദ ഹോൾ സ്റ്റോറി, അദ്ദേഹം എന്ത് ചെയ്തു? കുറ്റസമ്മതം നടത്തുക എന്ന് ഇയാൾ അന്തം വിട്ട് ചോദിച്ചപ്പോൾ മാർഷൽ പറയാണ് യെസ് ഹി ടോൾഡ് ദ ഹോൾ സ്റ്റോറി, കഥ മുഴുവൻ അല്ലെങ്കിൽ സംഭവിച്ചത് മുഴുവൻ ആര് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. ഹി ടേൺസ് ടു മാർത്ത, എന്നിട്ട് മാർത്തയുടെ നേരെ തിരിയാണ് ആര്? മാർഷൽ. ഐ ക്യാൻ ഓൺലി സേ യു ദാറ്റ് എവറി മാൻ വിൽ ബി സേയിങ് ടുമോറോ. ഐ ക്യാൻ ഓൺലി സേ ടു യു, എനിക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. വാട്ട് എവറി മാൻ വിൽ ബി സേയിങ് ടുമോറോ, നാളെ ഏതൊരു മനുഷ്യനും എല്ലാവരും പറയും. ഹൗ ഐലി ഐ ഹോണർ ആൻഡ് റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്. ആരെക്കുറിച്ച്? നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച്. ഹൗ ഐലി ഐ ഹോണർ, എത്രമാത്രം ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഹോണർ ചെയ്യുന്നു, ബഹുമതി എത്ര ഹോണർ ചെയ്താലും എന്താവില്ല? മതിയാവില്ല. ആൻഡ് റെസ്പെക്റ്റ്, ബഹുമാനിച്ചാലും മതിയാകില്ല. എത്ര അദ്ദേഹത്തെ പുകഴ്ത്തിയാലും മതിയാവില്ല, എത്ര അദ്ദേഹത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്താലും മതിയാവില്ല. ആരെ? യുവർ ഹസ്ബൻഡ്, നിങ്ങളുടെ ഹസ്ബൻഡിനെ. അത്രയും ഹോണറബിൾ ആയിട്ടുള്ള റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് ആരോട് പറയാണ്? മാർത്തയോട് പറയാണ്. ഹൗ സിൻസിയർലി, ആത്മാർത്ഥതയോടുകൂടി, എത്ര സിൻസിയറാണ്. മാർത്ത സീസിങ് ഹിസ് ഹാൻഡ് പിറ്റിയസ്ലി. പ്ലീസ് കാൻ't you see he is crying? ദെൻ കർട്ടൻ താഴുന്നു. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പം ഇതുവരെ നന്നായിട്ട് വായിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേ. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ കറപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കറൻറ്റ് അഫെയർസ് തന്നെ നമുക്ക് എസ്സേ ആയിട്ടൊക്കെ എഴുതാൻ ചാൻസ് ഉള്ളൊരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ എന്താണ്? കറപ്ഷനാണ് അല്ലേ? കൈക്കൂലി. എവിടെയെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്തൊരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്? കൈക്കൂലി കൊടുക്കേണ്ട ഒരവസ്ഥയാണെന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു കറൻറ്റ് അഫെയറുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് നമ്മുടെ ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന സ്റ്റോറി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എസ്സേ എഴുതാൻ വരാം, ആർട്ടിക്കിൾസ് വരാം, അങ്ങനെ ഒരുപാട് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് ദ ഹവർ ഓഫ് ട്രൂത്ത്. അപ്പോൾ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടിവരയിട്ട് ടീച്ചർ പറയുന്നു വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്ലേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ തിങ്ക് ആൻഡ് റൈറ്റ് ആണ്. തിങ്ക് ആൻഡ് റൈറ്റ് ടീച്ചർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞതാണ്. ഒരു 4-5 പേര് എഴുതി വിട്ട് തന്നിട്ടുണ്ട്. ദെൻ നൗ ഐ ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻസ്. വൈ വാസ് മിസ്റ്റർ ഗ്രീഷാം അറസ്റ്റഡ്? എന്തിനാണ് മിസ്റ്റർ ഗ്രീഷാമിനെ അറസ്റ്റ് ചെയ്തത്? ദെൻ വൈ ഡിഡിൻ ബാഡ്വിൻ എക്സ്പ്ലെയിൻ ഹിസ് പൊസിഷൻ ടു ദ പേപ്പേഴ്സ്? എന്തുകൊണ്ടാണ് തൻ്റെ പൊസിഷനെ കുറിച്ച് ബാഡ്വിൻ പേപ്പേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്? വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി വെൻ ദേ കെയിം ടു നോ ദ എമൗണ്ട് ഓഫ് ദ ബ്രൈബ്? അപ്പോൾ അച്ഛൻക്ക്
ബാഡ്വിന് ബ്രൈബ് പണം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലുണ്ടായവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഹൗ ഡിഡ് ബാഡ്വിൻ റിയാക്ട് ടു ദ ഒപ്പീനിയൻ ഓഫ് ഹിസ് ഫാമിലി? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അഭിപ്രായത്തോട് ബാഡ്വിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? വാസ് ബാഡ്വിൻ ഡിസ്ലോയൽ ടു മിസ്റ്റർ ഗ്രീഷാം? ബാഡ്വിൻ മിസ്റ്റർ ഗ്രീഷാമിനോട് ഡിസ്ലോയലായിട്ട് പെരുമാറിയോ? കോട്ട് ദ റെലവൻറ്റ് സെൻറ്റൻസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് കണ്ടെത്തിയിട്ട് എഴുതുക. ദെൻ ആക്ടിവിറ്റി 1 അനലൈസിസ് ആണ്. പിക്ക് ഔട്ട് ദ സ്ട്രൈക്കിംഗ് ഡയലോഗ്സ് ഇൻ ദ പ്ലേ. ഈ പ്ലേയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഡയലോഗുകൾ തിരഞ്ഞെടുക്കുക. അതായത് നമ്മളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഡയലോഗുകൾ തിരഞ്ഞെടുക്കുക. ആസ് ദ സാമ്പിൾസ് ഗിവൺ ബിലോ, താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടു ട്രൈ ടു ഡെലിവർ ദം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ ക്ലാസ്. നൗ റൈറ്റ് ഡൗൺ ദ ഇംപ്ലൈഡ് മീനിങ് ഓഫ് ദ ഡയലോഗ്സ് ഇൻ ദ കോളം. എന്നിട്ട് ആ ഡയലോഗിൻ്റെ മീനിങ് എന്താണ്, അവിടെ അർത്ഥമാക്കുന്ന മീനിങ് എന്താണ് എന്നുള്ളത് ഇവിടെ ആ കോളത്തിൽ എഴുതുക. ദെൻ ലിസൺ. ഫസ്റ്റ് കോളം സ്ട്രൈക്കിംഗ് എക്സ്പ്രഷൻസ്. നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്, ടെക്സ്റ്റിൽ നിന്ന് എടുത്ത എക്സ്പ്രഷൻസ് ആണ് ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് കോളത്തിൽ സ്പീക്കർ, അത് പറയുന്ന ആൾ ആരാണ് എന്നുള്ളത് എഴുതുക. ദെൻ തേർഡ് കോളത്തിൽ അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന്. ഓക്കെ. ദെൻ ഹിയർസ് 2 എക്സാമ്പിൾ. ലിസൺ. ഫസ്റ്റ് വൺ, യുവർ ഫാദർ വിൽ ഡു ദിസ് ഡ്യൂട്ടി. നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. ജോൺ, നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. നോ മാറ്റർ വാട്ട് കംസ്, അവിടെ എന്ത് വന്നു കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല. മാർത്ത. ഷീ സേസ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ബാഡ്വിൻ ഈസ് ആൻ അപ്രൈറ്റ് മാൻ. അവൾ പറയുന്നത് എന്താണ്? തൻ്റെ ഹസ്ബൻഡ് ബാഡ്വിൻ എന്ന് പറയുന്ന ആൾ ഒരു അപ്രൈറ്റ് പേഴ്സൺ ആണ്. അപ്രൈറ്റ് വളരെ ശരിയായിട്ടുള്ള തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നാണ് അവിടെ പറയുന്നത്. ദെൻ പീപ്പിൾ ഹാവ് ബീൻ സേയിങ് തിങ്സ്. ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ജോൺ. ആരാണ് പറയുന്നത്? ജോൺ. ഹി മീൻസ് ദ അൺപ്ലസൻറ്റ് ന്യൂസ് അബൌട്ട് ബാഡ്വിൻസ് സസ്പെക്റ്റഡ് റോൾ ഇൻ ദ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് മണി. അപ്പോൾ ഇതിൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു അതിലുള്ള പങ്ക് ആളുകളെ കൊണ്ട് അച്ഛനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞു വരുന്നത്? ജോൺ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ്, അതായത് അച്ഛൻ വീട്ടിലെത്തുന്നതിന് മുമ്പ്, അതായത് ബ്രൈബ് മണി ഓഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു? എല്ലാവരും അച്ഛൻ തെറ്റ് ചെയ്യുന്നതിനെ എതിർക്കുന്ന ആളുകളായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല, അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വളരെ ശക്തമായിട്ട് വാദിക്കുകയായിരുന്നു വീട്ടിലുള്ളവർ ചെയ്തിരുന്നത്. മകളാണെങ്കിലും മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും അവർ പുറത്തുനിന്ന് ആളുകൾ അച്ഛനെക്കുറിച്ച് മോശമായി പറയുന്നത് പോലും അവർക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അത്രയും അച്ഛൻ തെറ്റ് ചെയ്യുന്നതിനെ എതിർത്തിരുന്ന വ്യക്തികളായിരുന്ന നമ്മളെ ബാഡ്വിൻ്റെ വൈഫ് മാർത്ത, ജോൺ ആൻഡ് ഈവ്. ഈ ബ്രൈബ് മണി ഓഫർ ചെയ്തു എന്ന് പറയുന്നതിന് ശേഷം ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ക്യാഷ് ഓഫർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത് വാങ്ങുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അച്ഛൻ ആ തെറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളൊരു അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ അന്നൊരു വഴിയിലേക്ക് ആര് മാറിപ്പോകുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ വീട്ടുകാരല്ലെങ്കിൽ ഫാമിലി മാറുന്നുണ്ട്. ബട്ട് ദാറ്റ് ടൈം അപ്പോഴും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സത്യസന്ധമായ ആ ഒരു വർക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ആര് ചെയ്തത്? ബാഡ്വിൻ ചെയ്തത്. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ നേരായ വഴിയിൽ മാത്രം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ള ഒരു മീനിങ്ങും കൂടെ നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും നല്ലത് മാത്രമേ നൽകൂ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി ബാക്കിയുള്ള ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് പറഞ്ഞ ആളെ എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി 2 റൈറ്റപ്പ് ആണ്. ദ ഓപ്പനിങ് പാർട്ട് ഓഫ് ദ പ്ലേ ടെൽസ് us about the problem confronted by the characters, the weather and the mental condition of the characters. ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അവിടെ പ്രോബ്ലം കൺഫ്രണ്ടഡ് ബൈ ദ ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സും ഫേസ് ചെയ്യുന്ന
പ്രോബ്ലം, അതുപോലെ വെതർ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ മെൻ്റൽ കണ്ടീഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ്, അവരുടെ ആ മെൻ്റൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. എല്ലാവരും ടെൻസ്ഡ് ആണ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ ബാഡ്വിൻ. അതുപോലെ ഈ ന്യൂസൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു ഇതിലെല്ലാവരും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ദാറ്റ് ടൈം. ദെൻ ദ പ്ലേ എൻഡ് വിത്ത്, അങ്ങനെ ആ കഥ അവസാനിക്കുമ്പോൾ ദ അപ്രീസിയേഷൻ ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ്. പ്രോട്ടഗോണിസ്റ്റ് മീൻസ് നായകനാണ്. എല്ലാവരും നായകനെ എന്ത് ചെയ്യുന്ന അപ്രീസിയേഷൻ പുകഴ്ത്തുകയാണ് അല്ലേ. ആൻഡ് ദ അറൈവൽ ഓഫ് മാർഷൽ, പിന്നെ ആ ലാസ്റ്റ് സീനിൽ വരുന്നത് എന്താണ്, മാർഷലിൻ്റെ അറൈവൽ. ആൻഡ് ദ റെലിവേഷൻ ഓഫ് ഗ്രേഷാംസ് കൺഫെഷൻ, പിന്നെ പറയുന്നത് ഗ്രീഷാമിൻ്റെ കുറ്റസമ്മതം. ഈ കാര്യങ്ങളൊക്കെയാണ് ദ പ്ലേ എൻഡ് വിത്ത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അവസാനിക്കുന്നത് എന്നാണ്, പിന്നെ അതിൻ്റെ മിഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും നിങ്ങൾക്കറിയാം. ദെൻ നൗ പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റൈറ്റപ്പ് തയ്യാറാക്കലാണ്, ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ. ഈ പ്ലേൻ്റെ ഓപ്പണിങ്ങും എൻഡിങ്ങും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു, കഥ തുടങ്ങിയത് എങ്ങനെയാണ്, അതുപോലെ കഥ അവസാനിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു റൈറ്റപ്പ് തയ്യാറാക്കലാണ്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ആക്ടിവിറ്റി ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ചാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഐ ഹാവ് ഗോട്ട് ഓൺലി എ ഫ്യൂ ഇയേഴ്സ് ടു ലീവ്. എനിക്ക് വളരെ കുറച്ച് കാലം മാത്രമാണ് ജീവിക്കാൻ കിട്ടുന്നത്. ബട്ട് ഐ വിൽ ലീവ് ദോസ് I have lived the rest of my lives. I will go to my grave clean. Who told this? Yes, Badwin. Badwin പറഞ്ഞ വാക്കുകളാണ്. Then your father will do his duty, John, no matter what comes of it. നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും അതിൽ യാതൊരു പ്രശ്നവുമില്ല. പറയുന്നത് ആരാണ്? മാർത്തയാണ് പറയുന്നത്. ബട്ട് ആരെക്കുറിച്ചാണ്? യെസ്, ബാഡ്വിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ how dared he ask such a thing? What quality of Badwin is evident here. അപ്പോൾ ഈ സെൻറ്റൻസുകളിലൊക്കെ ആരുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്? ബാഡ്വിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദെൻ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ബാഡ്വിൻ. ബാഡ്വിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. യു മേ യൂസ് ദ ഫോളോവിങ് ഹിൻസ്. താഴെ കൊടുത്തിട്ടുള്ള ഹിൻറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പിയറൻസ് എങ്ങനെയായിരുന്നു, ബാഡ്വിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു. ദെൻ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ ഫ്രം ബിഗിനിങ് ടു എൻഡ്, ആദ്യം മുതൽ അവസാനം വരെയുള്ള ബാഡ്വിൻ്റെ ക്യാരക്ടർ. പിന്നെയോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ദെൻ റിമാർക്ക് ദ ക്യാരക്ടർ അബൌട്ട് ഹിംസെൽഫ് ആൻഡ് അതേഴ്സ്. ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റിമാർക്ക്, അതുപോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള റിമാർക്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഈ 3 ആക്ടിവിറ്റിയും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.